നമസ്കാരം. ഞാൻ PS അല്ലപ്ര. മരുഭൂമിയും മലയാളിയും. മലയാളി ഇല്ലാത്ത മരുഭൂമിയില്ല. മലയാളിയുടെ പ്രതീക്ഷകളും മോഹങ്ങളും എല്ലാം ഈ മരുഭൂമിയിൽ എവിടെയോ മറഞ്ഞു കിടക്കുന്നു. അത് തേടിപ്പിടിക്കാനുള്ള ബദ്ധപ്പാടിലാണ് ഓരോ മലയാളിയും. ഒരു പിടി സ്വപ്നങ്ങളുമായി ഇവിടെ വന്നിറങ്ങുന്ന എത്ര മലയാളികൾ. ഒരിക്കലും അടങ്ങാത്ത, ഒരിക്കലും തീരാത്തതാണ് മരുഭൂമിയിലുള്ള മലയാളിയുടെ മോഹങ്ങൾ. എത്ര തലമുറകൾ ഇവിടെ വന്നുപോയി. ഇപ്പോഴും പുതിയ തലമുറകൾ പുതിയ മോഹങ്ങളുമായി ഇവിടെ വന്നിറങ്ങുന്നു. ഇതൊരു തുടർക്കഥയാണോ? ഇതിൽ എത്ര പേർ വിജയിക്കുന്നു, എത്ര പേർ പരാജയപ്പെടുന്നു? ഇവരിൽ ചിലരെ ഞങ്ങളിതാ JS മലപ്പുറത്തിൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. മരുഭൂമിയും മലയാളിയും എന്ന ഈ പരിപാടിയിലെ ആദ്യത്തെ അതിഥിയായി 23 കൊല്ലം പ്രവാസ ജീവിതം നയിക്കുന്ന ജനാബ് ഷെരീഫ് അവറുകളെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇദ്ദേഹം വന്നിരിക്കുന്നത് മലപ്പുറം പൂക്കൂട്ടൂരിൽ നിന്നാണ്. പൂക്കൂട്ടൂരെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന സ്ഥലമല്ല. ഖിലാഫത്തും അതിനോടനുബന്ധമായ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ച അവയ്ക്കെല്ലാം നേതൃത്വം കൊടുത്ത ഏറനാടിൻ്റെ വീരപുത്രന്മാരായ വാരിയംകുന്നത്ത് കുഞ്ഞമ്മദാജിയും ആലി മുസ്ലിയാർക്കുമെല്ലാം ജന്മം നൽകിയ നാടുകൂടിയാണ് പൂക്കൂട്ടൂർ. അവിടെ നിന്നാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. മിസ്റ്റർ ഷെരീഫെ, നിങ്ങൾ സൗദി അറേബ്യയിലെ ജീവിതം, ഈ പ്രവാസി ജീവിതം തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇവിടെ വന്നിട്ടുള്ള നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് വിവരിക്കാമോ? ഞാൻ സൗദി അറേബ്യയിൽ എത്തിയിട്ട് 22-23 വർഷമായി. ഞാൻ സൗദി അറേബ്യയിൽ വന്നിട്ട് ഒരുപാട് നല്ല അനുഭവങ്ങളും കൈപ്പറിയ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മറക്കാനാകാത്ത നാട്ടിലും ഇവിടെയും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഷെരീഫ് ഇവിടെ വന്നിറങ്ങിയത് ഏത് വർഷമാണ്? എങ്ങനെ വന്നു? ഇപ്പോൾ എങ്ങനെ വന്നു എന്ന് ചോദിക്കാൻ കാരണം ചെന്നുണ്ടല്ലോ, ഇവിടെ പണ്ട് കാലങ്ങളിലൊക്കെ ആൾക്കാർ വിസയ്ക്ക് വരുന്നുണ്ട്, ഉമ്രയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചതിൻ്റെ, ഷെരീഫിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വന്നു, എപ്പോൾ വന്നു, ഏത് വർഷത്തിലായിരുന്നു? അതൊന്നൊന്ന് വിവരിക്കുകയാണെങ്കിൽ. ഞാനൊരു 22 വർഷം മുന്നേ വന്നു. ഇവിടെ സൗദി അറേബ്യയിൽ വന്നു. ഏകദേശം അല്ലല്ല, ഉമ്രയ്ക്ക് വന്നു എന്ന് പറയുമ്പോഴല്ലോ, ഇവിടെ ആരെങ്കിലും ഷെരീഫിൻ്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നോ? ഇപ്പം ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെ ഇപ്പം ഓൾറെഡി ഉണ്ട്. പക്ഷേ ഉപ്പ ഉമ്രയാണ്. ഉപ്പ 5 വർഷമായിട്ട് ഇവിടെ ഉമ്ര ഒക്കെ വന്ന് അന്നത്തെ 1500 രൂപ അന്ന് ആ ടൈമിൽ 1500 രൂപക്ക് നാട്ടിൽ നിന്ന് അടിച്ച് കയറി പോരാ. ഉമ്ര വിസയിൽ അടിച്ച് പോരാ. ഓക്കെ 1500-ന് അങ്ങനെ ഇപ്പം ഉമ്ര അടിച്ച് പോകുന്നു. ഇവിടെ 5 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഉപ്പൻ്റെ ഉദ്ദേശം ഞാനൊന്ന് വന്ന്, ഞാൻ വലിയ മോനാണ്, ഞാനൊന്ന് വന്ന് സെറ്റിലായിട്ട് ഇപ്പാക്ക് നാട്ടിൽ പോയി ഒന്ന് സെറ്റിലാകുന്നുള്ള പരിപാടിയിലാണ് ഞാൻ വരുന്നത്. പക്ഷേ ഞാൻ വന്നു 3 മാസങ്ങൾക്ക് ശേഷം എന്നെ പിടിക്കപ്പെട്ടു. എന്ത് ജോലിയാണ് ഇവിടെ ചെയ്തിരുന്നത് ആ സമയത്ത് വന്നപ്പോൾ? ഞാൻ വന്ന ടൈമിൽ കപ്പലണ്ടി കച്ചവടം, ഞാൻ പുതിയ ആളാണ്, കലാമൊന്നും അറിയില്ല, അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഏരിയ ഒക്കെ ഒന്ന് മനസ്സിലാകുന്ന പറഞ്ഞുകൊണ്ട് ഇപ്പം എന്നോട് പറഞ്ഞു വൈകിട്ട് കുറച്ച്. ഒരു മിനിറ്റ്, ഈ ഏത് ഏരിയ ആയിരുന്നു അത്? അവാദി സനായി ഏരിയ, വർഷാപ്പ് ഏരിയ ആണ്. ഫുൾ അജനബീസ്, വൈകിട്ടൊക്കെ നല്ല ആളുകളുണ്ട്. വർഷാപ്പ് ഏരിയ ആണ്, കിലോമീറ്റർ കണക്കിന് ഏരിയകളുണ്ട്. അപ്പോൾ അവിടെ വന്ന് ഒരു 1-2 മണിക്കൂർ കൊണ്ട് നമ്മളെ ജോലിയും കഴിയും, നമുക്ക് എന്തായി കുറച്ച് കാശും മിച്ചം വരും. ഓക്കെ, അങ്ങനെ 3 മാസം കഴിഞ്ഞ് എന്നെ പിടിക്കപ്പെട്ടു. അങ്ങനെ ഇപ്പാൻ്റെ പ്രതീക്ഷകളൊക്കെ തകർന്നു. പിന്നെ എന്നെ പിടിക്കപ്പെട്ടതോടെ അടുത്തുള്ള ഒരു കടക്കാരൻ ഇപ്പാൻ അറിയും, ഇപ്പം ആ ഏരിയയിൽ. അങ്ങനെ ഇപ്പാക്ക് എന്നെ കണ്ടവിടുന്ന് പോയി വിവരങ്ങൾ പറഞ്ഞ് മോനെ പിടിച്ചിട്ടുണ്ട്. ഇപ്പം ആകെ അപ്സെറ്റായി, ആകതായി പിടിച്ചു. ഇവിടെ 15 ദിവസം ഇവിടെ ജയിലിൽ കിടക്കേണ്ടി വന്നു. ജയിലിൽ എന്ന് പറയുമ്പോൾ തറഹിലാണോ ഉദ്ദേശിക്കുന്നത്? തറഹിൽ കിടക്കേണ്ടി വന്നു. പോലീസ് പിടിച്ചു. അങ്ങനെ നിങ്ങൾ തറഹിലിൽ പോയി. അവിടുത്തെ ജീവിതം ഒന്ന് വിവരിക്കാൻ. അവിടുത്തെ ഒരുപാട് മറക്കാനാകാത്ത, ഇന്ന് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. ജയിലിൽ ചെന്ന് ഞങ്ങളൊരു എന്നെ പിടിച്ച ആ ഇതിൽ തന്നെ ഒരുപാട് ആളുകൾ, വേറെ ഒരു ബസ് നിറച്ച ആൾ ഒന്നായിട്ട് ജയിലിൽ പോവാണ്. ജയിലിൽ പോയി 2 ദിവസം കഴിഞ്ഞു. അവിടെ ഒരാളിങ്ങനെ സുഖമില്ലാതെ കിടക്കുന്നുണ്ട്. മറക്കാനാകാത്ത സംഭവം, ജീവിതത്തിൽ ഇപ്പോഴും അത് മറക്കാൻ പറ്റൂല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു അവർ ഇന്ത്യക്കാരനാണെന്ന് എല്ലാവരും പറഞ്ഞു. ഇന്ത്യക്കാരനാണ്, കേരളമാണെന്ന് അറിയാം, മലയാളിയെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ ചെന്ന് അയാൾക്ക് ഭക്ഷണം കൊടുത്തു. തീരെ സുഖമല്ല അയാൾക്ക്. ഭക്ഷണങ്ങൾ കൊടുത്തു, അയാൾക്ക് കുറച്ചൊരു മെച്ചപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇന്ത്യയിൽ ചോദിച്ചു എവിടെയാണ് സ്ഥലം. അപ്പോൾ അയാൾ പറഞ്ഞു കുറഞ്ഞ സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല, കുറഞ്ഞ സൗണ്ടിൽ അയാൾ പറഞ്ഞു മലയാളിയാണ്, കൊണ്ടോട്ടിയാണെന്ന് പറഞ്ഞു. കൊണ്ടോട്ടിയാണെന്ന് പറഞ്ഞു. അങ്ങനെതായി കുറച്ചൊക്കെ സുഖപ്പെട്ടു. അപ്പോൾ അയാൾ പറഞ്ഞു ഇങ്ങനെ തലക്ക് ഒരു സുഖമില്ലാതായിക്കാണ്ട്, മാനസിക നില ഇതായിക്കാണ്ട് പുറത്തിറങ്ങി പോലീസ് പിടിച്ച് ഇവിടെ വന്നതാണ്. അപ്പോൾ ഏകദേശം അയാൾ 1 മാസമായിട്ടുണ്ട് അവിടെ. 1 മാസമായിട്ടുണ്ട്. കാരണം അയാൾക്ക് ഇവിടുന്ന് അയാളെ മറ്റേ ഇത് ബുദ്ധി ശരിക്കും ലെവലാതെ ഇവിടെ കയറ്റി വിടൂല, ഇങ്ങനെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട്. അങ്ങനെതായി അയാൾക്ക് തീരെ സുഖമില്ലാതായി, ശ്വാസം അയക്കാനൊന്നും കഴിയാതായി. ഞങ്ങളവിടെ എല്ലാവരും മലയാളീസ് എല്ലാവരും കൂടി കണ്ട് എന്തായി ചെറിയ സ്ട്രൈക്ക്
അതായത് ഇയാളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് വരുന്ന പോലീസുകാരോടൊന്നും പറഞ്ഞിട്ട് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഒന്നും കേൾക്കണം ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു സമരം മാതിരി ജയിലിൽ കടന്നു. മലയാളീസ് ഒരു യൂണിയനായിട്ട് ഭക്ഷണം കഴിക്കാതൊക്കെ നിന്നു. അങ്ങനെ അതായി 2 ദിവസം അങ്ങനെ എല്ലാവരും നിരാഹാരം കടന്നപ്പം പോലീസ് വന്ന് ഇയാളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കാണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് വീണ്ടും സെല്ല് തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടു. പിറ്റേ ദിവസം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും സുബൈക്ക് സ്ഥലക്ക് വേണ്ടി എണീറ്റ് പിന്നെ കാണാൻ കഴിയുന്ന ഇയാളെ ചെന്ന് നോക്കുമ്പോൾ ഒരു അനക്കില്ലാതെ ആൾ കിടക്കുകയാണ്. ഇവിടെയൊക്കെ ഈച്ചകൾ കൊതുകളൊക്കെ ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ ആർക്കുന്നുണ്ട്. അതിൽ ഞങ്ങളിങ്ങനെ ചെന്ന് ഇങ്ങനെ തട്ടി ഉണർത്തി നോക്കുമ്പം ആൾ മരിച്ചാണ്. കാലൊക്കെ ഇങ്ങനെ കയ്യും കാക്ക ഇങ്ങനെ നിൽക്കണം അതിൽ സ്പോട്ടിൽ. അപ്പോൾ എപ്പോഴും മരണം സംഭവിക്കണം, രാത്രി ഉറക്കത്തിൽ മരണം സംഭവിക്കണം. അപ്പോൾ ഞങ്ങൾ കുറേയൊക്കെ പിടിച്ച് നിർത്തി പിന്നെ ഞങ്ങൾ തുണിയൊക്കെ വലിച്ച് കീറി കിട്ടണത് വെച്ചുകൊണ്ട് ഞങ്ങൾ ഇതാക്കി കാലും കൈയൊക്കെ ശരിക്കും കെട്ടി. പിന്നെ പോലീസിനെ വിളിച്ച് പോലീസ് വന്നു, ആംബുലൻസ് വന്നു, ഒക്കെ വന്നു മരണം സ്ഥിരീകരിച്ച് അവർ കൊണ്ടുപോയി. അങ്ങനെതായി. പിന്നെ ഞാൻ പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ബോംബെ പോയി നാട്ടിൽ പോണത്. ബോംബെ പോയി, ബോംബെന്ന് ബസ്സിന് പോയി, അങ്ങനെ നാട്ടിലെത്തി. അപ്പം ഇയാൾ കൊണ്ടോട്ടിയെന്നല്ലേ പറഞ്ഞിട്ടുണ്ട്, അന്ന് പറഞ്ഞിരുന്നു. കൊണ്ടോട്ടി ഒഴുകൂരാണെന്നല്ല പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്തൊരാളുണ്ട്, കുട്ടരായി എന്ന് പറയും. അപ്പം ഞാൻ അവരോട് ഈ കാര്യങ്ങളൊക്കെ ജയിലിൽ ഇങ്ങനെ മറക്കാനാത്ത സംഭവങ്ങൾ ഉണ്ടായി, ഒരാൾ മരിച്ചു, ഇങ്ങനെ സുഖമില്ല, ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. അപ്പം അയാളെ ഭാര്യ വീട് ഈ വ്യക്തിൻ്റെ അടുത്ത് ഒഴുകൂരാണ്. അപ്പം ഇയാൾ നേരെ ഈ വിഷയം പോയി കണ്ട് വൈഫിനോട് പറഞ്ഞു, ഇങ്ങനെ ഷെരീഫ് വന്നിട്ടുണ്ട്, ഷെരീഫ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഈ വ്യക്തി എന്ന് കിടക്കണ ഇയാളെ ഭാര്യ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലാണ്. അവളെ ഭാര്യ നേരെ അവിടേക്ക് വിവരം കൊടുത്തു. അവിടുന്ന് ജീപ്പായിട്ട് ആളുകളൊക്കെ വന്നു. അവർ ഈ സംഭവങ്ങളൊന്നും അറിയില്ല. ഇവിടെ മിസ്സായിന്നുള്ളത് അറിയാം, ഗൾഫിൽ ആൾ മിസ്സായിന്നില്ല, എവിടെ എന്താണെന്നല്ലോ ഒന്നറിയാം. ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര കരച്ചില് പൊടിച്ചില്. ഇന്നത്തെ മാതിരി സൗകര്യങ്ങൾ അന്നില്ല. എംബസി പോകാൻ, ജയിലിൽ പോകാനോ അന്വേഷിക്കാനോ ഒരു സൗകര്യങ്ങളൊന്നുമില്ല. ഇന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ബന്ധപ്പെട്ട എല്ലാ എംബസി ഇടപെടും, ഒരുപാട് സംഘടനകളോട് വന്നു. പല മാർഗങ്ങളും ഇപ്പം ഇന്നത്തെ കാലത്തുണ്ട്. അന്നത്തെ കാലത്ത് ഒരു തുല്യ ടെലിഫോൺ ബന്ധങ്ങളില്ല, ഒന്നുമില്ല. അപ്പം അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് ഇന്നും. ഷെരീഫ്, എനിക്ക് ചോദിക്കാനുള്ള 2ാമത്തെ ചോദ്യം ഉണ്ടല്ലോ. ഷെരീഫ് ഇവിടെ വന്നിട്ട് എന്തെല്ലാം നേടി, എന്തെല്ലാം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നാട്ടിലും ഇവിടെയും? ഇവിടെ വന്നിട്ട് ഒരുപാട് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ ഒരുപാട് കല്യാണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, ഒരുപാട് മരണങ്ങൾ നടന്നിട്ട് അതിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ വന്ന് 22 വർഷത്തിൻ്റെ ഇടയിൽ പിന്നെ ഒരുപാട് ഫാമിലി കൊണ്ടുവരാൻ കഴിഞ്ഞു. പിന്നെ വന്ന് ഒരു 4-5 വർഷത്തിന് ശേഷം 1-2 സ്ഥാപനങ്ങൾ തുടങ്ങി. അതൊന്നും പച്ച പിടിച്ചില്ല. ഇവിടെ ഫസ്റ്റ് പൊതുമാപ്പ് വന്ന് അത് കൈവിട്ട് പോയി, അത് പൂട്ടി. പിന്നെ ഞാൻ ആദ്യം എടുത്തിരുന്ന ജോലിക്ക് തന്നെ തിരിച്ചു വന്ന് എനിക്ക് നല്ലൊരു വീട് വെക്കാൻ കഴിഞ്ഞു. കുടുംബങ്ങളെ പങ്ങന്മാരെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞു. ഉമ്മ ഉപ്പ ഇവിടെ 2-3 പ്രാവശ്യം വന്നു, ഫാമിലി വന്നു. ഒരുപാട് കുടുംബങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞു. ഒരുപാട് നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ ഗൾഫ് ജീവിതം തുടങ്ങിയതിന് ശേഷം നീ നാട്ടിൽ പല ആവശ്യങ്ങൾക്കും പോയിട്ടുണ്ടാവുമല്ലോ. പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഗവൺമെൻറ് ഓഫീസുകളിലും അല്ലാതെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ അപ്പോഴത്തെ ആ അനുഭവങ്ങളൊന്ന് വിവരിക്കുകയാണെങ്കിൽ, ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കുകയാണെങ്കിൽ. ഞാൻ വീട് വെക്കാൻ വേണ്ടി നാട്ടിൽ ഫസ്റ്റിൽ പോയി. അപ്പം ഫുള്ള് കംപ്ലീറ്റ് ആക്കി പോരാനുള്ള പരിപാടിയില്ല, വാർപ്പൊക്കെ ഒന്ന് കഴിച്ച് പോരാന്നുള്ള ഉദ്ദേശത്തിൽ പോയി. അപ്പോൾ കുറച്ച് പൈസൻ്റെ ഷോർട്ട് വന്നു. അപ്പോൾ ബാങ്കിൽ പോയി ഞാൻ കുറച്ച് ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിൽ പോയി. അവർ പറഞ്ഞ പറമ്പിൻ്റെ ആധാരം മറ്റേ പഞ്ചായത്ത് എന്നുള്ളത്, വില്ലേജ് എന്നുള്ള പേപ്പർ, അത് ഒരുപാട് പേപ്പർ അത്. അപ്പം എനിക്ക് തൽക്കാലം 2 മാസം 3 മാസത്തെ റോളിങ് പൈസ ഒക്കെ വേണ്ടിയാണ് ഞാൻ ബാങ്കിൽ പോയത്. അപ്പോൾ അവർ മറ്റേ വഴി ആധാരത്തിൻ്റെ പേപ്പർ, മറ്റേ പേപ്പർ, ഈ പേപ്പർ എന്ന് പറഞ്ഞ് ഒരുപാട് വട്ടം കറക്കി. അപ്പോൾ മാനേജറെ നേരിൽ കണ്ടു. മാനേജറോട് പറഞ്ഞു, സാറേ എനിക്കൊരു 3 മാസത്തെ പൈസൻ്റെ ആവശ്യമുള്ളൂ. അപ്പം മാനേജർ പറഞ്ഞു, നിങ്ങൾക്ക് 2 മാസം 3 മാസത്തെ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും പണ്ടോ ആഭരണങ്ങൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ബാങ്കിൽ വെച്ച് കാശ് എടുക്കാന്നല്ല, ഇതൊരുപാട് ബുദ്ധിമുട്ടാണ് അങ്ങോട്ടാണ് ഇങ്ങനെ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് ഗൾഫിൽ നിന്ന് ചെന്നുകൊണ്ട് നമ്മളിവിടെ ഏത് സാധനം വാങ്ങലും മാർക്കറ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ സാധനം എടുക്കലും കുറച്ച് കുറയൊന്ന് ചോദിക്കും. അങ്ങനെ വില പേശിയിട്ടാണ് നമ്മൾ എടുക്കുക. കുറച്ച് തീർച്ചയായിട്ടും കിട്ടും ചെയ്യും. ഞാൻ മഞ്ചേരി മാർക്കറ്റിൽ പോയി മീനിന് വില ചോദിച്ചു. ഞാൻ ആവോലിക്ക് വില ചോദിച്ചു, 150 പറഞ്ഞു. അപ്പം കുറയില്ലെന്ന് ചോദിച്ചു അവരോട്. കുറയില്ലെന്ന് ചോദിച്ചാൽ അവർ നേരെ മറുപടി, അവർ ചോദ്യം എന്നെ വന്ന് തിരിച്ചു പോകാനായിട്ടില്ല എന്നാണ് ചോദിച്ചത്. നമ്മളെ ഇവിടെ നിന്നുള്ളൊരു അനുഭവത്തിൽ
അവിടെ ഗ്യാപ്പിന് ശേഷം അവിടെ വന്ന് ചോദിച്ചപ്പോൾ അവരെ തിരിച്ചില്ല, അവർക്ക് പെട്ടെന്ന് മനസ്സിലായി ഒരു പ്രവാസിനെ പറ്റി എന്നേ വന്ന് തിരിച്ചു പോകാനായിട്ടുള്ള അവരെ ചോദ്യം, തിരിച്ചു ചോദ്യം. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. അപ്പം ആദ്യത്തെ വരവ് ഉമ്ര വിസയ്ക്ക് വന്നു, 3 മാസം കൊണ്ട് പിടിച്ചു, ആൾ നാട്ടിൽ പോയി. ഇപ്പം നാട്ടിൽ ചെന്നതിന് ശേഷം എത്ര ആൾ നാട്ടിൽ നിന്നു? അതിനുശേഷം പിന്നെ വീണ്ടും സൗദിക്കാണോ വന്നത്? അത് എപ്പോൾ വന്നു? അതൊന്ന് വിവരിക്കാനായിട്ട്. നാട്ടിൽ പോയി ഒരു 6 മാസം നിന്ന്, അപ്പോൾ തന്നെ ഗൾഫിൻ്റെ മോഹം വിട്ടിട്ടില്ല. അപ്പം ഞാൻ വീണ്ടും പിന്നെ കൂട്ടുകാരോടെ കുറച്ച് പൈസ ഒക്കെ സംഘടിപ്പിച്ച് ബാങ്കിൽ കുറച്ച് ആഭരണങ്ങളൊക്കെ വെച്ച്. പക്ഷെ എൻ്റെ മനസ്സിൽ നിന്നുണ്ട് ഉപ്പാൻ്റെ സങ്കടമുണ്ട്. ഉപ്പ ഈ ഒരു ഉദ്ദേശത്തിലാണ് എന്നെ കൊണ്ടുവന്നത്. ഇവിടെ നിൽക്കുകയാണ്, ഉദ്ദേശം ഇതായിരുന്നു. അപ്പോൾ തന്നെ എന്നെ പിടിച്ച് പോയി ആകതായി. അപ്പം ഞാൻ ആ ഉദ്ദേശത്തിൽ വീണ്ടും ഞാൻ ഉംറ അടിച്ച് കയറി, വീണ്ടും ഉംറ അടിച്ച് കയറി. കാരണം അന്നത്തെ കാലത്ത് ഒരു വിസ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കണ്ടമാനം പൈസ വേണം. അപ്പോൾ സാമ്പത്തിക നില കുറച്ച് മോശമാണ്. അപ്പോൾ അങ്ങനെ വീണ്ടും അന്നത്തെ കാലത്ത് ഉംറനെ ആശ്രയിക്കാൻ കഴിയുള്ളൂ. ഓരോ വീട്ടിൽ നിന്നും ഉംറക്കാരില്ലാത്തൊരു വീട് ഇവിടെ അന്നില്ല, പ്രത്യേകിച്ച് മലപ്പുറം ഡിസ്ട്രിക്ട്. അങ്ങനെ വീണ്ടും 5 മാസം നാട്ടിൽ നിന്ന് വീണ്ടും ഇവിടെ ഉംറക്ക് വന്നു. നല്ലൊരു ജോലിയൊക്കെ കിട്ടി, നല്ലൊരു സെറ്റപ്പിലായി. ഒരു 2 വർഷം ഞാൻ ഇവിടെ നിന്ന് ഉപ്പ അങ്ങനെ നാട്ടിലേക്ക് വിട്ടു. ഒരു മിനിറ്റ്, ഈ 2 വർഷം നിന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടുന്ന് പോയത്? 2 വർഷം, മൊത്തം 7 വർഷം ഇപ്പോൾ ഇവിടെ നിന്നു. അങ്ങനെ കാരണം നാട്ടിൽ 2 പെങ്ങന്മാരെ കല്യാണം കഴിക്കാൻ, ഒരു ചെറിയൊരു മോന്, വീട് ഒന്നും ആയിട്ടില്ല. അങ്ങനെയൊക്കെ ഇതായി ഉപ്പാനെ നാട്ടിൽ വിട്ടു. അപ്പോൾ തന്നെ ഞാൻ നല്ലൊരു സെറ്റിൽമെൻറ്റിലായി. അപ്പോൾ ഇതിന് ഇപ്പം നാട്ടിൽ പോയി 2 വർഷം നിന്നപ്പോൾ തന്നെ ഞാനിവിടെ ഉംറയിലാണ്. അനിയനെ ഞാൻ വിസക്ക് കൊണ്ടുവന്നു. എൻ്റെ ജോലി അവനെ ഏൽപ്പിച്ച് നല്ലൊരു സെറ്റിൽമെൻറ്റിലാക്കിയിട്ട് ഞാൻ ഇവിടുത്തെ ഒരു വിസ സംഘടിപ്പിച്ച്, നല്ലൊരു ഫ്രീ വിസ സംഘടിപ്പിച്ച് ഞാൻ നാട്ടിൽ പോയി. പിടി കൊടുത്ത് നാട്ടിൽ പോയി. അപ്പോൾ വീട്ടുകാർക്കൊക്കെ ഒരു ആഗ്രഹം, ഉപ്പുണ്ട് നാട്ടിൽ, ഉമ്മ ഉണ്ട്, പങ്ങന്മാരൊക്കെ എല്ലാവരും ഉണ്ട്, കല്യാണം ഉണ്ടാക്കിയ തിരക്കടില്ല. അപ്പോൾ അതിന് വീടൊക്കെ ഒന്ന് ചെന്ന് വീടിൻ്റെ പണിയൊക്കെ ഒന്ന് കഴിച്ച് അങ്ങനെ ആയിക്കോട്ടെ, പ്രശ്നമില്ല. ഇനി ഇപ്പോൾ വിസക്കൊക്കെ വന്നാൽ എപ്പോഴാണ് നാട്ടിൽ വരികയെന്ന് പറയാൻ പറ്റില്ല. കാരണം കല്യാണങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ അനിയൻ ഇവിടെ ഉണ്ട്, കല്യാണമൊക്കെ കഴിഞ്ഞു. ഒരു 6 മാസം നാട്ടിൽ നിന്ന് വിസ അടിച്ച് വന്നു. ഞാൻ എൻ്റെ പഴയ ജോലിയിൽ തിരിച്ചു കയറി. അനിയന് വേറെ ജോലി തരപ്പെടുത്തി കൊടുത്തു. അങ്ങനെയൊക്കെ ആയി. ആ ജോലി തന്നെ ഇപ്പോഴും അങ്ങനെ പോകുന്നുണ്ട്. അല്ല, ആ ഒരു വരവിൽ ഇപ്പോൾ രണ്ടാമത് അനിയനിവിടെ അനിയനാക്കിയിട്ടാണല്ലോ പോയത്. അപ്പം അതിനുശേഷം ഷെരീഫിൻ്റെ ഇതിനെപ്പറ്റി പറഞ്ഞില്ല. അതിനുശേഷമുള്ള വരവും പിന്നെ അതിൽ എന്തെല്ലാം നേടാൻ പറ്റി എന്നൊന്ന് വിവരിക്കാം. അതിൽ വീട് ഒന്ന് ശരിയാക്കാൻ കഴിഞ്ഞു, നല്ലൊരു കുഴപ്പമില്ലാത്ത വീട് ശരിയാക്കാൻ കഴിഞ്ഞു. തറവാട് വീടാണെങ്കിലും അത് ശരിയാക്കാൻ കഴിഞ്ഞു. 2 പെങ്ങന്മാരെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞു. അങ്ങനെയൊക്കെ തന്നെ. പിന്നെ കുടുംബങ്ങളെ ഇപ്പം ഉപ്പ എന്ത് ചെയ്യുന്നു? ഇപ്പം ഒക്കെ ജോലിയൊന്നുമില്ല, കുറച്ച് പ്രായമൊക്കെ ആയി. വീടൊക്കെ നോക്കി, നമ്മളെ കൃഷിയും കാര്യമൊക്കെ നോക്കി. അങ്ങനെ ഞാനും അനിയനും ഇവിടെ നല്ല സെറ്റിൽമെൻറ്റിലാണ്, പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീട് വെച്ചു. 2 പെങ്ങന്മാരെ കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികളായി. അവർക്ക് വീടിന് കുറച്ച് സഹായിച്ചു കൊടുത്തു, വീട്ടിൽ സാധനങ്ങൾ കൊടുത്തു, അളിയന്മാരെ കൊണ്ടുവന്നു, കുടുംബങ്ങളെ നോക്കി. ഒരുപാട് സഹായങ്ങൾ, ഒരുപാട് ആളെ കുടുംബങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അൽഹംദുലില്ലാ. ഇപ്പോൾ ഷെരീഫ് എത്ര വർഷമായി ഇപ്പം ഈ മൊത്തത്തിലുള്ള ഈ ഉംറ വിസയ്ക്ക് വന്നതും എല്ലാം കൂടെ കൂടിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി കാണും? ചുരുങ്ങി ഒരു 23 വർഷം ഗൾഫിൽ ആയി. അതിൽ ഇപ്പം അടുത്തൊരു 6-7 വർഷത്തോളം എൻ്റെ ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ. ഇപ്പോൾ ഫാമിലി ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. ഇപ്പം ഫാമിലി പിന്നെ നാട്ടിൽ വിട്ട് കുട്ടികളെ പഠിപ്പ് പ്രശ്നം. മോന് 9-10 ക്ലാസ് പഠിക്കുകയാണ്. അപ്പോൾ സ്കൂൾ പ്രശ്നമൊക്കെ ആയിക്കണം. ഇവിടെ ഒരു 9 ക്ലാസ് 10 ക്ലാസ് വരെ ഇവിടെ സ്കൂള്. അപ്പം നാട്ടിൽ വിട്ടു. അൽഹംദുലില്ലാ. ഈ പ്രവാസി ജീവിതത്തിൽ നഷ്ടങ്ങൾ ലാഭങ്ങൾ ഒക്കെ ഒന്ന് പറയുകയാണെങ്കിൽ? ഞാൻ ഇപ്പം ആദ്യം ഞാൻ ലാഭങ്ങൾ പറയാം. ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടി. ഞാനിപ്പോൾ നാട്ടിൽ പോയി ഇപ്പം ലാസ്റ്റ് ടൈം ഇപ്പോൾ പോയി വന്നിട്ടൊരു 7 വർഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, ജോലിയിൽ വേറെ ആളെ ഏൽപ്പിച്ച് പോയാൽ തിരിച്ചു വരുമ്പോൾ പ്രശ്നം. അങ്ങനെ കമ്പനി ആളല്ല, അപ്പോൾ നമ്മൾ വേറെ ആളെ ഏൽപ്പിച്ച് വന്നാൽ ആ ജോലി കിട്ടിക്കൊള്ളുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലിയാണ്. പിന്നെ ഞാൻ ഫാമിലി കൊണ്ടുവന്നു. പിന്നെ ഫാമിലി ഇവിടെ ഉണ്ട്. പിന്നെ ഉപ്പ ഉമ്മ അവർ 2-3 പ്രാവശ്യം വന്നു 7 വർഷത്തിനിടക്ക്. പിന്നെ പങ്ങന്മാർ വന്നു, ഉംറക്ക് വന്നു, അവരൊക്കെ തിരിച്ചു പോയി. കുടുംബങ്ങളൊരു വിധമൊക്കെ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. നാട്ടുകാർക്ക് വേണ്ട പൈസ കൊടുക്കുന്നുണ്ട്. ഫാമിലി കുട്ടികൾ 2 ഇവിടെ സ്കൂളിൽ പോകുന്നുണ്ട്. സ്കൂളിൻ്റെ പ്രശ്നം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ അടുത്ത് നാട്ടിൽ പോകാൻ നിൽക്കുകയാണ്.
എന്തെങ്കിലും മറക്കാനാവാത്ത ഈ ഒരു അന്തരീക്ഷത്തിൽ സംഭവിച്ച 6 വർഷത്തിൻ്റെ മുന്നേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരാൾ കമറുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാൾ, അയാൾ ഉംറ വിസയായിരുന്നു. 7 വർഷം ഒരു 4-5 വർഷം മുന്നേ ഇവിടുന്ന് മരണപ്പെട്ടു. അപ്പം ഞാൻ നാട്ടിൽ ഇപ്പം അന്നത്തെ ഞാൻ ആദ്യം പറഞ്ഞ അന്നത്തെ മാതിരിയല്ല, ഇപ്പം ടെലിഫോൺ കാര്യങ്ങളും വീട്ടിൽ ഒരു ദിവസം വെള്ളിയാഴ്ച രാവിലെ വിളിച്ചപ്പം വീട്ടുകാർ പറഞ്ഞു ഇങ്ങനെ അവൻ്റെ പേര് കമറുദ്ദീൻ എന്നാണ്, ബാബു എന്ന് വിളിക്കും, ഇങ്ങനെ ഒരു ബാബാന്ന് വിളിക്കാം, ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ ഈ ജിദ്ദെന്ന് അപകടം പറ്റിയാൽ നേരെ മാജറ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിടും കറക്റ്റാണ്. അപ്പം ഞാൻ നേരെ ഈ വിവരം കിട്ടിയപ്പോൾ ഞാൻ അവൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ്റെ കൂടെ ജോലി, അപ്പോൾ അവന് വിളിച്ചു. അപ്പോൾ എന്തെങ്ങനെ ബാവക്ക് സംഭവിച്ചോന്ന് ചോദിച്ചു. അവന് കടയിൽ സാധനം വാങ്ങാൻ വേണ്ടി ഇന്നലെ രാത്രി ധനൂപ് സൂപ്രങ്ങാണ്ട് പോയി റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി, ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്, ഏത് ഹോസ്പിറ്റലാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. സംഗതി സീരിയസ് ആണ്. ഞാൻ ഈ വിവരം കേട്ട് നേരെ കാലത്ത് ഒരു വെള്ളിയാഴ്ച കാലത്ത് 6 മണിക്കാണ് ഞാൻ നേരെ വിട്ടു മാജറ ഹോസ്പിറ്റലിൽ. അവിടെ ചെന്ന് എമർജൻസിയിൽ ഞാൻ ചെന്ന് അന്വേഷിച്ചപ്പം ആളവിടെ ഉണ്ട്, കംപ്ലീറ്റ് ഓക്സിജൻ ഇതൊക്കെ കൊടുത്ത് ഭയങ്കര സീരിയസിലാണ്. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞു. അവൻ്റെ അളാപ്പ ജിസാലുണ്ട്, അവർക്ക് വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞു. ഭയങ്കര സെറ്റിൽമെൻറ്റ് ഹോസ്പിറ്റൽ, ഭയങ്കര ഇവിടുത്തെ വലിയ ഹോസ്പിറ്റലാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഷെരീഫ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞില്ലേ, ഷെരീഫിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ സാധിക്കുമായിരുന്നോ? വിളിച്ച് പറയാനും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ? എനിക്കൊരു സ്വന്തം മോനുണ്ടായിട്ട് ഞാൻ പിറ്റേ ദിവസമാണ് അറിയണത്. അന്നത്തെ കാലത്ത് ടെലിഫോൺ ചെയ്യാൻ, ഇപ്പം ഇൻ്റർനെറ്റ് കണ്ട് സംസാരിക്കുക, ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നു. അന്ന് നമുക്കൊന്ന് ബൂത്തിൽ പോയി ഫോൺ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വേറെ ആൾ ആശ്രയിക്കണം. അവരെ ഇക്കാമ അവിടെ കൊടുത്തിട്ട് അവർ പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ പോയിട്ട് വേണം അടുത്ത വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് വേണം അവർക്ക് വന്നെന്ന്. അപ്പം അവരവിടെ വന്ന് കാത്തു നിൽക്കുക. ആ കറക്റ്റ് ടൈം നമുക്കവിടെ നിന്ന് വിളിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരു പിറ്റേ ദിവസമാണ് എനിക്ക് സ്വന്തം ഒരു മോനുണ്ടായിട്ടാണ്. അങ്ങനെ ഒരുപാട് ഇപ്പം കാലം മാറുമ്പോൾ മിനിറ്റ് സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ ആ കാര്യങ്ങളറിയാം. ഫേസ്ബുക്ക്, സ്കൈപ്പ്, മറിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോൾ തീർച്ചയായിട്ടും ഈ പുതിയ തലമുറകൾ ഇവിടെ വന്നിറങ്ങുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രയോജനമായ രീതിയിൽ ഷെരീഫിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിവരിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ ഈ അവസരത്തിൽ പറയുകയാണെങ്കിൽ വളരെയധികം അത് വളരെ ഫലപ്പെട്ട ഒരു ഇതായിരിക്കും. അതായത് നാട്ടിൽ മക്കൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ മക്കളെ നല്ലൊരു വിദ്യാഭ്യാസത്തിലെത്തിയിട്ട് നല്ലൊരു ജോലിയിൽ ഇവിടെ എത്തിച്ചാൽ കൊടുക്കുക. അല്ലാതെ പഠിപ്പ് പകുതിയാക്കിയിട്ട് അത് മതിയടാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരാതെ നല്ലൊരു ഇതിൽ ഇപ്പോൾ ഒരുപാട് പഠിക്കണമെങ്കിൽ ഇപ്പോൾ ജോലി ഇഷ്ടംമാതിരി ജോബുണ്ട്. നാട്ടിലായാലും ഇവിടെ ആയിട്ടും ഇങ്ങോട്ട് പോകാൻ്റെ ആവശ്യമില്ല. ബാംഗ്ലൂർ അവിടെ ഇവിടെയൊക്കെ നല്ല പൈസ കൊടുക്കാതെ തന്നെ ജോലി ഇഷ്ടംമാതിരി ചാൻസ് കിട്ടാണ്ട് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുക. കാരണം ഗൾഫിൽ ഒരുപാട് എല്ലാ ഗൾഫ് കൺട്രി പ്രതിസന്ധികൾ നേരിട്ട് വന്നിതാകാത്ത മറിച്ച് ഓരോ കുവൈത്ത്, ഇപ്പോൾ ആദ്യം സൗദി അറേബ്യ വന്നപ്പോൾ കുവൈത്ത് തുടങ്ങി അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടുക്കാണ്. അപ്പോൾ പഠിച്ചാൽ നമുക്ക് നമ്മളെ ഗൾഫ് കൺട്രീനെ ആശ്രയിക്കാതെ തന്നെ നാട്ടിൽ തന്നെ കഴിയുന്ന നാട്ടിൽ തന്നെ നല്ലൊരു ജോബ് കിട്ടുന്നില്ല, ഷുവറാണ്. പല ചോദ്യങ്ങൾക്കും ഞങ്ങൾ ഉദ്ദേശിച്ചേക്കാളും കൂടുതൽ നല്ല മറുപടികളൊക്കെ തന്നു. ഒന്നും കൂടി ചോദിക്കുകയാണ് ഞാൻ, ഈ പുതിയ തലമുറ, യങ് ജനറേഷൻ ഇവിടെ പല മോഹങ്ങളായിട്ട് ഇവിടെ വന്ന് ഇറങ്ങണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് വ്യത്യസ്തമായിട്ട്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പോഴത്തെ നിദാഹത്വം അങ്ങനെയുള്ള പുതിയ പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതിനോടനുബന്ധമായിട്ടുള്ള ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഷെരീഫിൻ്റെ മനസ്സിൽ നിന്നും എന്ത് ഉദിക്കുന്നു? എൻ്റെ മനസ്സിൽ ഉദിക്കാൻ നമ്മളെ മലപ്പുറം ജില്ലക്കാർക്ക്, പ്രത്യേകിച്ച് കേരള ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അതായത് ഒരു +2 ഒക്കെ പഠിച്ച സാധാരണ SSLC കഴിഞ്ഞാൽ പിന്നെ ഇനി എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഭാര്യയൊക്കെ ഫോൺ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ പാപ്പാർ പറയും അവരെ പഠിപ്പിച്ചിട്ട് ഒരു മിനിറ്റ് കേട്ടോ, ഈ നേർച്ചക്കോയിനൊക്കെ നേരണമായി ആർക്ക് പറഞ്ഞു വന്നതിൻ്റെ അതേമാതിരി തന്നെ അവനെ പഠിപ്പിച്ചിട്ട് വല്ല കാര്യമൊന്നുമില്ല. അപ്പം ഒരു 6000-5000 കൊടുത്താൽ ഇവിടെ സായിക്കാസ് വിസ കിട്ടും. അപ്പം അവനെ പിടിച്ചിങ്ങോട്ട് കയറ്റിയാൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നോളാം, ഇവിടെ ഏതെങ്കിലും ഒരു ജോലി എടുത്ത് നടന്നോളും. അപ്പം ആ ഒരു ഇത് മാറ്റുക, വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുക. ഇന്ന് കഴിയുന്നതും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുക. എന്നാൽ തന്നെ ഗൾഫിനെ ആശ്രയിക്കാതെ നാട്ടിൽ തന്നെ നല്ലൊരു ജോലിക്ക് ചാൻസ് ഉണ്ട്. കാരണം പല മാതാപിതാക്കളും പ്രത്യേകിച്ചും മുസ്ലിം കുടുംബത്തിൽ നിന്ന് വരുന്നവരുണ്ടല്ലോ, കുട്ടികൾ ഒരു 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഷെരീഫ് പറഞ്ഞ വളരെ സത്യമാണ്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇവനെ പഠിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, ഇവനെ നമുക്കിനി ഉടൻ തന്നെ ഒരു വിസ ശരിയാക്കിയിട്ട് നാട്ടിലേക്ക് കയറ്റി വിട്ടേക്കാം എന്ന് നേരെ ആയിക്കോളുന്നു. ആ ഒരു ധാരണ ഇപ്പോൾ ഷെരീഫ് പറഞ്ഞത്
ചെയ്തത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ പഴയ മാതിരിയല്ല. ഇപ്പം ഇന്നത്തെ കാലത്ത് ഒരു കല്യാണം കഴിച്ചൊരു വീട്ടിൽ 2 പെൺകുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു കൊണ്ട് പഴയ മാതിരി ഒന്നുമല്ല. അന്ന് ഒരു 15,000 കൊടുത്ത ഒരു ഭാരം കിട്ടിയിരുന്നു. ഇപ്പോൾ ഒരു 25,000 അടുത്ത് കൊടുക്കണം. അപ്പം നല്ല നമ്മളെ സാമ്പത്തിക നല്ല നമ്മൾ ഭദ്രമാക്കാൻ തന്നെ അതിനൊക്കെ കഴിയുള്ളൂ. ഷെരീഫെ, ഈ ഇത്രയും വർഷത്തെ ജീവിതം ഇപ്പം ഇവിടെ മരുഭൂമിയിൽ നമ്മുടെ ഇവിടെ നീ പ്രവാസി ജീവിതം നയിച്ചല്ലോ. ഇനി എന്നാ നാട്ടിൽ പോയി സെറ്റിൽ ആവാൻ ഉദ്ദേശിക്കുന്നത്? അതേ ഇനി സമയമായിട്ടില്ലേ? ഇല്ല, അടുത്തുണ്ടാവും. അൽഹംദുലില്ലാ 3 മക്കളാണ്. ഒരു പെണ്ണ്, 2 മോന്. ഒരു മോൻ ഇവിടെ നിന്ന് ഉണ്ടായതാണ്. മോനിപ്പോൾ 10ാം ക്ലാസ് 9ാം ക്ലാസ്സിലാണ്. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുക, മോനെ പഠിപ്പിക്കുക, അടുത്ത് നാട് പിടിക്കുക, അതന്നെയാണ് പരിപാടി. അടുത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കാവോ? ഇൻഷാ അല്ലാഹ് അടുത്തുണ്ടാവും. അപ്പോൾ ഷെരീഫെ, ഇത്രയും നേരം ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ഞങ്ങളോടൊത്ത് പങ്കെടുത്തതിലും നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഞങ്ങളോടൊത്ത് പങ്കുവച്ചതിലും അതിയായ എനിക്കും എൻ്റെ ക്യാമറമാനും ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് കംപ്ലീറ്റ് എല്ലാവർക്കും അതിയായ സന്തോഷവും അതിയായ ബഹുമാനം തോന്നുന്നുണ്ട് നിങ്ങളോട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണണം. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിൽ, പൂരങ്ങളുടെ തറവാട് എന്ന് അറിയപ്പെടുന്ന തൃശ്ശൂരിൽ, മലയാള സിനിമയിലെ ഹാസ്യ സാമ്രാട്ടായ മിസ്റ്റർ ഇന്നസെൻറ്റിൻ്റെ ജന്മനാടായ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നു ചേർന്നിരിക്കുന്ന അതിഥി മിസ്റ്റർ അനീഫ. നമസ്കാരം മിസ്റ്റർ അനീഫ. മരുഭൂമിയും മലയാളിയും എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. താങ്കൾ സൗദി അറേബ്യയിൽ വന്നിട്ട് എത്ര വർഷമായി? ഇപ്പോൾ 23 വർഷം കഴിഞ്ഞു. മിസ്റ്റർ അനീഫ, ഈ സൗദി അറേബ്യയിലെ നിങ്ങളുടെ ആദ്യത്തെ അനുഭവമാണോ അതോ നിങ്ങൾ ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ പോയി ജോലി ചെയ്തിട്ടില്ല. 23 വർഷത്തെ ജീവിതാനുഭവങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിറങ്ങിയപ്പോൾ ആദ്യമായിട്ട് എവിടെയായിരുന്നു ജോലി, എന്തായിരുന്നു ജോലി, എങ്ങനെയായിരുന്നു? ആദ്യമായിട്ട് ഞാൻ റിയാദിലാണ് വന്നിറങ്ങിയത്. ഒരു നല്ല തണുപ്പ് സമയമായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ജോലിക്ക് പോകണം. അങ്ങനെ ആദ്യമായിട്ടുള്ള അനുഭവമായതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വന്നു. അനീഫ, റിയാദിൽ വന്നിറങ്ങിയ ശേഷം ആദ്യം കിട്ടിയ ജോലി എന്തായിരുന്നു? എനിക്ക് ആദ്യമായി കിട്ടിയ ജോലി സൗദി പെട്രോളിയം കമ്പനിയിൽ ഓഫീസ് ബോയ് ആയിട്ടാണ് ആദ്യമായിട്ട് ജോലി കിട്ടിയത്. എന്തായിരുന്നു ശമ്പളം? എവിടെയായിരുന്നു താമസിച്ചത്? 450 റിയാലായിരുന്നു അന്നത്തെ ഞങ്ങളുടെ വേജസ്. താമസിച്ചിരുന്നത് റിയാദിൽ തന്നെയാണ്. അതിൻ്റെ പെട്രോളിയം കമ്പനിയുടെ അടുത്തായിട്ട് തന്നെയാണ് ഞങ്ങളുടെ അക്കോമഡേഷൻ. ഇവിടെ നിങ്ങൾ അന്ന് ഇവിടെ വന്നിറങ്ങുമ്പോൾ ഇവിടെ നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നോ? എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു. പുള്ളിയാണ് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നത്. ബ്രദർ എന്ന് പറയുമ്പോൾ കസിൻ ബ്രദറാണോ അതേ സ്വന്തം സഹോദരനോ? സ്വന്തം സഹോദരൻ തന്നെയാണ് എനിക്ക് ഈ കമ്പനിയിൽ വരാനായിട്ടും ഇവിടെ ജോലിക്കുള്ള വിസ അയച്ചു തന്നത് എനിക്ക്. ഓക്കെ. അപ്പോൾ ഈ ഇവിടെ വരുന്നതിന് മുമ്പ് നാട്ടിൽ ഹനീഫ എന്തായിരുന്നു ജോലി? ഞാനൊരു കടയിൽ സെയിൽസ്മാൻ ആയിട്ടാണ് ജോലി ചെയ്തിരുന്നത്. ഈ ഗൾഫിൽ വരാനുള്ള വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതായിട്ടാണോ ഇവിടെ വരാൻ കാരണം? ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗൾഫിലേക്ക് വരാൻ കാരണം. വിവാഹത്തിന് മുമ്പാണോ വന്നത് അതേ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണോ? വിവാഹത്തിന് മുമ്പ് തന്നെയാണ് ഞാൻ സൗദിയിൽ വന്നത്. റിയാദിൽ വന്നിറങ്ങി കഴിഞ്ഞപ്പോഴുള്ള ആദ്യത്തെ അനുഭവങ്ങളൊന്ന് വിവരിച്ചായിരുന്നെങ്കിൽ ഞങ്ങൾക്കത് പ്രേക്ഷകർക്കും ഞങ്ങൾക്കും. 3 വർഷത്തെ കോൺട്രാക്ട് വിസയിലാണ് ഇവിടെ വന്നത് ഞാൻ. ചെറിയ ശമ്പളമായിരുന്നു. ഭക്ഷണത്തിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം ഒരു വലിയൊരു സംഖ്യ വിസയ്ക്ക് വേണ്ടി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ പുറം പണികളൊക്കെ ജോലി ചെയ്തിട്ടാണ് പിന്നെ ഭക്ഷണത്തിനൊക്കെ വകയുണ്ടാക്കിയത്. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഈ ഇവിടെ നിങ്ങളുടെ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, മൂപ്പര് നിങ്ങളെ മറ്റുള്ള രീതിയിലൊന്നും സഹായമൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയായിരുന്നില്ലേ? കമ്പനിയിൽ 4 മാസം 5 മാസം കഴിയുമ്പോഴാണ് 1 മാസം സാലറി കിട്ടുന്നത്. അപ്പോൾ എൻ്റെ സഹോദരൻ തന്നെയാണ് ഞങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള കാശൊക്കെ ഉണ്ടാക്കി തന്നിരുന്നത്. അത് എത്ര വർഷം തുടർന്നു ആ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ? ആദ്യത്തെ കഷ്ടപ്പാട് 3 വർഷം കഴിഞ്ഞപ്പോൾ കോൺട്രാക്ട് തീർന്നു. പിന്നെ കഫീലിൻ്റെ അണ്ടറിൽ ജോലി ഇല്ലാതായി. പിന്നെ പുറംപണികളൊക്കെ ചെയ്യേണ്ടി വന്നു.
23 കൊല്ലത്തെ ജീവിതത്തിൽ ഇപ്പം നാട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണോ, അതേ വീണ്ടും ആ പഴയമാരെ തന്നെ കഷ്ടപ്പാടുകൾ മാത്രം ആണോ ഇപ്പോഴും? പഴയ കഷ്ടപ്പാടിൽ നിന്ന് കുറേയൊക്കെ മോചനം നേടി നാട്ടിൽ സെറ്റിലാവാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മക്കൾ പഠിക്കുന്നു. അവർക്ക് എന്തെങ്കിലും ജോലി സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷമേ ഇനി നാട്ടിൽ പോകാൻ കഴിയത്തുള്ളൂ. മക്കളെന്ന് പറഞ്ഞില്ലേ അനീഫ, എത്ര മക്കളുണ്ട്? എന്തൊക്കെയാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, അതിന് ജോലി ചെയ്യാൻ പ്രായമായ ആൾക്കാരാണോ? അതിനെപ്പറ്റി ഒന്ന് വിവരിക്കുകയാണെങ്കിൽ. അല്ല, എൻ്റെ 2 മക്കളും സ്റ്റുഡൻ്റാണ്. എൻ്റെ മൂത്ത മകന് 18 വയസ്സ്. അവൻ BSc ഒപ്റ്റോമെട്രി പഠിക്കുന്നു, ഫസ്റ്റ് ഇയറാണ്. രണ്ടാമത്തെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അനീഫ, ആദ്യത്തെ പഴയകാല അനുഭവങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ആദ്യം വന്ന് ഇവിടെ പോയില്ലേ, എത്ര വർഷം കൂടിയിട്ടാണ് നാട്ടിൽ പോയത്? അപ്പോൾ ഉണ്ടായിരുന്ന ആ അന്തരീക്ഷങ്ങളും ആ അനുഭവങ്ങളൊക്കെ ഒന്ന് വിവരിക്കുകയായിരുന്നെങ്കിൽ. 3 വർഷത്തെ കോൺട്രാക്ട് തീർന്നപ്പോൾ പിന്നെ കമ്പനിയിൽ ജോലി ഇല്ലാതായി. പിന്നെ കുറച്ച് ദിവസത്തേക്ക് എനിക്കൊരു റെസ്റ്റോറൻറ്റിൽ ജോലി കിട്ടി. ആ സമയത്താണ് ഗൾഫ് യുദ്ധം വന്നത്. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സഹോദരനൊക്കെ സഹായിച്ച് ടിക്കറ്റിൻ്റെ പൈസ കിട്ടി. അങ്ങനെ ഞാൻ നാട്ടിൽ പോയി. നാട്ടിൽ പോയപ്പോൾ എൻ്റെ കയ്യിൽ കാര്യമായ സമ്പാദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ ബന്ധുക്കൾക്കോ മറ്റുള്ളവർക്കോ ഒന്നും സഹായിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പല പരാതികളും എൻ്റെ സ്വന്തക്കാരിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. 3 വർഷം കഴിഞ്ഞ ശേഷമാണല്ലോ അനീഫ പോയത്. അപ്പോൾ വേറെ കാശൊന്നും കയ്യിൽ ഉണ്ടായില്ല എന്നാണ് അനീഫ പറയണത്. അപ്പോൾ ഈ 3 കൊല്ലം ജോലി ചെയ്ത പൈസ എവിടെ പോയി? പിന്നെ പുതിയ വിസയിൽ വന്നുകൊണ്ട് എനിക്ക് വിസയ്ക്ക് പൈസ കൊടുക്കേണ്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ശമ്പളം വളരെ കുറവായിരുന്നു. ഗൾഫ് യുദ്ധം വന്നതുകൊണ്ട് സ്വന്തമായിട്ട് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോകേണ്ടി വന്നു. അങ്ങനെ കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും പർച്ചേസിങ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ സ്വന്തക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ഉദ്ദേശമൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഈ ഗൾഫ് യുദ്ധം കാരണം ഒന്നും വാങ്ങാനൊന്നും കഴിഞ്ഞില്ല. പിന്നെ ടിക്കറ്റിന് അന്ന് ഡബിൾ ചാർജാണ് അവർ വാങ്ങിച്ചിരുന്നത് ഞങ്ങളുടെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ട് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. സദാം കുവൈറ്റ് അറ്റാക്ക് ചെയ്ത ആ സമയത്തുണ്ടായ പ്രശ്നങ്ങളായിരുന്നു. അന്ന് ഫ്ലൈറ്റൊന്നും അൽക്കോബാറിൽ നിന്ന് പോയിരുന്നില്ല. ബഹ്റിൻ ചെന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ദുബായിലേക്കുള്ള ഫ്ലൈറ്റ് കിട്ടിയത്. പിന്നെ ദുബായിൽ നിന്ന് ബോംബെ ചെന്നു. അങ്ങനെ ബോംബെയിൽ നിന്നാണ് പിന്നെ ഞങ്ങൾ നാട്ടിലെത്തിയത് ട്രെയിൻ മാർഗം. പിന്നെ ഈ അനീഫ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നല്ലോ, നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾക്ക് ഒന്നും കൊടുക്കാനില്ലാത്ത കാരണം കുറേ പരാതികളും കാര്യങ്ങളൊക്കെ എനിക്ക് കേൾക്കേണ്ട വന്നിരുന്നു എന്ന്. അതൊന്ന് വിവരിക്കാമോ? ഗൾഫ് യുദ്ധം ആയതുകൊണ്ട് കാര്യമായിട്ടുള്ള വരുമാന മാർഗങ്ങളൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ചെറിയ ശമ്പളത്തിലാണ് ജോലി കിട്ടിയത്. അതുകൊണ്ട് മിച്ചം പിടിക്കാനൊന്നും പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബന്ധുക്കൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ആ സാമഗ്രികളൊന്നും വാങ്ങാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല, ബന്ധുക്കൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോരുത്തരുടേതായ വിഷമങ്ങളുണ്ടായിരുന്നു മനസ്സിൽ. അന്ന് ഗൾഫുകാരനെന്ന് പറഞ്ഞ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പലരും പലതും പ്രതീക്ഷിച്ചിരുന്നു. അതൊന്നും കിട്ടാതെ വന്നപ്പോൾ അവർക്ക് അവരുടേതായ വിഷമങ്ങൾ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. അനീഫ, ഈ 23 കൊല്ലത്തെ അനീഫയുടെ ഈ ജീവിതത്തെ പറ്റി അനീഫ പറഞ്ഞല്ലോ. നിങ്ങളുടെ ഫാമിലിയും നിങ്ങളുടെ മക്കളും മറ്റുള്ളവരൊക്കെ ഇത്ര നാളത്തെ ജീവിതം മതിയാക്കി നാട്ടിൽ വരാനാണോ പറയണത്? അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ചുറ്റുപാടൊക്കെ ശരിയാണോ? ജീവിക്കാൻ പറ്റുന്ന അന്തരീക്ഷമാണോ ഇപ്പോൾ ഉള്ളത്? ഫാമിലി ആഗ്രഹിക്കുന്നത് എപ്പോഴും നാട്ടിലുണ്ടാവണമെന്നാണ്. അവരുടെ ആഗ്രഹം അതാണ്. പക്ഷേ കുറച്ച് സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഗൾഫിൽ ജോലി ചെയ്തേ പറ്റൂ. നാട്ടിലത്തെ സിറ്റുവേഷനൊക്കെ മാറിക്കഴിഞ്ഞു. പൈസ ഉണ്ടെങ്കിലേ നാട്ടിൽ ജീവിക്കാൻ കഴിയൂ. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനുള്ള സാമ്പത്തിക വരുമാനമൊന്നും നാട്ടിൽ നിന്ന് കിട്ടാൻ മാർഗമില്ല. ഗൾഫിൽ എന്ത് ജോലി ചെയ്താലും എങ്ങനെയെങ്കിലും കുറച്ച് പൈസ സംഘടിപ്പിക്കാനോ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും സഹായങ്ങൾ കിട്ടുവാനോ ഒക്കെ ഒരു ചാൻസ് ഉണ്ട് ഇവിടെ. നാട്ടിൽ ഭയങ്കര പലിശയും കാര്യങ്ങളാണല്ലോ. നാട്ടിൽ ഇഷ്ടംപോലെ പൈസ ഒക്കെ കിട്ടാനുണ്ട്, ഒരുപാട് പലിശ കൊടുക്കണം. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇവിടെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ ഒക്കെ തിരിമറി ചെയ്ത് നാട്ടിലേക്ക് അയച്ച് അങ്ങനെ സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ രക്ഷ നേടാൻ കഴിയും.
അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പോൾ ഈ 23 കൊല്ലമായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല എന്ന് നിങ്ങൾ പറയണു. അപ്പോൾ ഇതുകൊണ്ടാണോ ഇങ്ങനെ നീണ്ട് പോണത്? ഇനിയിപ്പോൾ എന്താ ഇതിനൊരു അന്ത്യം? ഗൾഫിൽ വന്ന് 23 വർഷം കഴിഞ്ഞു. ഇനിയിപ്പോൾ നാട്ടിൽ പോയി സെറ്റപ്പ് ആവാനായിട്ട് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. പഴയ ചെറുപ്പമല്ലല്ലോ. ഇപ്പം നമ്മുടെ ഗൾഫിൽ വന്ന് 10-23 വർഷം കഴിഞ്ഞു. നമ്മുടെ പ്രായം കൂടി നമ്മൾ കണക്കിലെടുക്കണം. പെട്ടെന്നൊരു ജോലി നാട്ടിൽ കിട്ടുവാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ. ഹനീഫ, ഈ പ്രവാസി ആയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ദുഃഖങ്ങളും നഷ്ടങ്ങളും എല്ലാം നാട്ടിലും ഇവിടെയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് വിവരിക്കായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, എൻ്റെ ഉമ്മ മരിച്ച സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. അത് വളരെയധികം മനസ്സിന് വേദന ഉണ്ടായി. എനിക്ക് എൻ്റെ ഉമ്മയെ കാണാൻ കഴിഞ്ഞില്ല. അത് സംബന്ധിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങളിലൊന്നും എനിക്ക് പങ്കെടുക്കാനും കഴിഞ്ഞില്ല. എനിക്ക് ഇവിടുന്ന് ടിക്കറ്റ് കിട്ടിയില്ല. എൻ്റെ കമ്പനി എന്നെ പറഞ്ഞയച്ചില്ല. അങ്ങനെ ഒരു വലിയൊരു പ്രയാസം എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ എൻ്റെ പെങ്ങന്മാരുടെ മക്കളുടെ കല്യാണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, എൻ്റെ സ്വന്തം മക്കളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള മറ്റു പല കാര്യങ്ങൾ, അതിലൊന്നും എനിക്ക് അത് ചെയ്തു കൊടുക്കാനോ അവരുടെ കാര്യങ്ങളിൽ പങ്കുകൊള്ളാനോ ഒന്നും കഴിഞ്ഞില്ല. അത് എന്നെ വളരെയധികം വിഷമിച്ചിട്ടുണ്ട്. ഈ ഗൾഫിൽ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഹനീഫയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ഗൾഫ് അല്ലാണ്ട് വേറെ വല്ല മോഹങ്ങളും ഉണ്ടായിരുന്നോ? അതും കൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട്. ഗവൺമെൻറ് തലത്തിൽ ജോലിക്കെല്ലാം ശ്രമിച്ചിരുന്നു. എനിക്കൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാവണമെന്നായിരുന്നു എൻ്റെ താല്പര്യം. എനിക്ക് അതിന് വേണ്ട പേപ്പറും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഇൻ്റർവ്യൂവിന് പോയിരുന്നു. അതൊന്നും കിട്ടാതെ വന്നപ്പോഴാണ് എനിക്ക് ഗൾഫിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നത്. എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഗൾഫിൽ പോകുമായിരുന്നില്ല. ഇനി എത്ര വർഷങ്ങൾ ഇവിടെ തള്ളി നീക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഇനി എന്തൊക്കെയാണ് നിങ്ങളുടെ ഭാവി പരിപാടികൾ? അതുകൂടെ കൂടി ഇന്ന് വിവരിച്ചാൽ കൊള്ളാം. എല്ലാം പടച്ചവൻ്റെ കയ്യിലാണ്. എത്രയും വേഗം നാടെത്തണമെന്നും നാട്ടിൽ സെറ്റിലാവണമെന്നും തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ താല്പര്യം. പക്ഷേ അതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതൊക്കെ അനുവദിച്ച് തരാണെങ്കിൽ എത്രയും വേഗം ഫാമിലിയോടുകൂടി ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കുട്ടികൾ പഠിക്കുന്നു, മറ്റു പല കടംബാധ്യതകളുമുണ്ട്. അതെല്ലാം ഒന്ന് ശരിയായി വരണമെങ്കിൽ ഒരു 2-3 വർഷം കൂടി ഇവിടെ ജോലി ചെയ്തേ പറ്റൂ. ഹനീഫ, ഇത്രയും ചോദ്യങ്ങളെല്ലാം ചോദിച്ചു ഞാൻ. പക്ഷെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയും അതിൽ തൃപ്തനാണോ, സംതൃപ്തനാണോ, അല്ലെങ്കിൽ അതിൽ വലിയ കുറവുകളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ അതൊന്ന് വിവരിക്കാവോ? ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ ഞാൻ സംതൃപ്തനാണ്. നമുക്ക് മാസം കറക്റ്റായിട്ട് ശമ്പളമെല്ലാം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്താൻ കഴിയുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഇത്രയും നാളത്തെ പ്രവാസ ജീവിതത്തിൽ ഈ നിങ്ങളുടെ അനുഭവങ്ങളും ഇപ്പോൾ ഇവിടെ ഉള്ള പ്രവാസികൾക്കും അല്ലെങ്കിൽ വരാൻ പോകുന്നതും വന്നുകൊണ്ടിരിക്കുന്ന യുവാക്കളായ പ്രവാസികൾക്കും എന്തെങ്കിലും നിങ്ങളുടെ അനുഭവങ്ങളും അവർക്ക് പ്രയോജനമായ രീതിയിലുള്ള എന്തെങ്കിലും ഒന്ന്? പ്രവാസികൾ കഴിയാവുന്നതും ഫാമിലിയോടുകൂടി ജീവിക്കുന്നതാണ് ഇവിടെ നല്ലത്. അപ്പോൾ പിന്നെ ലൈഫും കിട്ടും. പിന്നെ അതിനുള്ള സാമ്പത്തിക വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ടാവണം. അതിനെ പറ്റിയ നല്ല ജോലി കാര്യങ്ങൾ, നല്ല ശമ്പളം കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. നല്ല കമ്പനി ആയിരിക്കണം. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഫാമിലിയോടുകൂടി ഇവിടെ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഒരു ലൈഫും കിട്ടും. 2 വർഷത്തുമ്പോഴോ 3 വർഷത്തുമ്പോഴോ നാട്ടിൽ പോയാലും മതി. ഇനി വരുന്ന തലമുറയ്ക്ക് എനിക്ക് പറയാനുള്ളത് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം. ആദ്യത്തെ പോലെയല്ല, ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം പുതിയ ടെക്നോളജി വന്നതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. നല്ല ജോലി കിട്ടത്തുള്ളൂ, നല്ല ശമ്പളം കിട്ടും. അങ്ങനെയുള്ള പല പുതിയ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഹനീഫ, ഇത്രയും നേരം ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്ന് മരുഭൂമിയും മലയാളിയും എന്നുള്ള ഈ പ്രോഗ്രാമിൽ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഞങ്ങളോടൊത്ത് പങ്കുവച്ചതിലും ഇത്രയും നേരം ഞങ്ങളോടൊത്ത് ഇത്രയും സമയം ചെലവഴിച്ചതിലും അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു, അതിയായ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഈ പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഒറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളായ പ്രവാസിയും നമ്മുടെ മക്കളും ഇനിയുള്ള കാലം നല്ല വിദ്യാഭ്യാസമില്ലെങ്കിൽ ഇനി അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നാട്ടിലും ഗൾഫിലും
ഇനിയുള്ള കാലം നല്ല വിദ്യാഭ്യാസമുണ്ടെങ്കിലേ ഇനി അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതിനുവേണ്ടി ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പരിപാടി. ഈ പരിപാടിയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ പ്രവാസി സഹോദരി സഹോദരന്മാർക്കും നമ്മുടെ മക്കൾക്കും എല്ലാവിധ ഐശ്വര്യവും ആനന്ദവും ഉണ്ടാവട്ടെ എന്ന് സർവശക്തനോട് തേടിക്കൊണ്ട് ഇനിയൊരു പുതിയ പരിപാടിയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ ഗുഡ് ബൈ.